ഹലോ, വെൽക്കം ടു മാജിക് ടേൽസ്. കുറേ നാളായിട്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. ചിലപ്പം കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ പോസ്റ്റും ചെയ്യാറില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ചലഞ്ചസ് ഉണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എല്ലാം അങ്ങനെയായിരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ചിലപ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ നമ്മുടെ മൂഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ചില ഒരു ഇതിൽ എടുത്ത് കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. അപ്പം ഒരു 2 weeks ago ഒരു വലിയൊരു ഇൻഫ്ലുവൻസർ, ഒരു ഫേമസ്, ഒത്തിരി മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ട്. ആ വീഡിയോ ഇങ്ങനെയായിരുന്നു: സ്നേഹം അവഗണിക്കപ്പെടുമ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യമാണ് സംസാരിച്ചത്. മലയാളിയായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പം ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് കൺസിഡർ ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റിൽ, അവരുടെ ലിസ്റ്റിൽ നമ്മളുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ലാസ്റ്റ് പോലും ആയിരിക്കില്ല, അല്ലേ അവരുടെ ലിസ്റ്റിൽ നമ്മളില്ല എന്നാണ്. അപ്പം അതിൻ്റെ കമൻറ്റൊക്കെ ഞാൻ വന്ന് നോക്കിയപ്പം കൂടുതലും മിഡിൽ ഏജ് ആയിട്ടുള്ള സ്ത്രീകളാണ് ഇതിനൊക്കെ കമൻറ്റ് ചെയ്ത് പറഞ്ഞതും. അതേ, ശരിക്കും അവർക്കതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ. അന്നേരം ഞാനൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിയൊക്കെ തുടങ്ങുമ്പോഴായിരിക്കും അല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി, അമ്മമാർ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങുന്നത്, അല്ലേ. നമുക്ക് കിഡ്സൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ നമുക്കൊരു പ്രയോറിറ്റിയും കൊടുക്കുന്നുണ്ടാവത്തില്ല. പിന്നെ ഇപ്പം അന്നേരം ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചിതൊന്നും കിട്ടുന്നില്ലെന്ന് ഓർത്ത് കുറേ ആളുകൾ വിഷമിക്കുന്ന കമൻറ്റുകൾ കണ്ടു. അപ്പം ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറേ ക്യൂരിയോസിറ്റിയോട് കൂടി ആ കമൻറ്റുകളെല്ലാം വായിച്ചു. എനിക്കതിനോട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? അല്ലെങ്കിൽ ആരാണ് എൻ്റെ പ്രയോറിറ്റി? അപ്പം നമ്മളൊരു ആളുകളുടെ സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ കൂടുതൽ ഇമോഷണലും ആണുങ്ങൾ കൂടുതൽ ലോജിക്കലുമാണ്. അപ്പോൾ ആണുങ്ങൾ എപ്പോഴും ലോജിക് മൈൻഡ് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരിക്കലും ലോജിക്കായിട്ടുള്ളൊരു വ്യക്തികൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കില്ല. അവരുടെ പ്രയോറിറ്റി അവർ തന്നെ ആയിരിക്കും. അവരുടെ ആണുങ്ങളാകുമ്പോൾ അവർക്ക് കരിയർ വൈസ്, ഫൈനാൻഷ്യൽ, അല്ലെങ്കിൽ അവർക്ക് പാഷനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം സ്ത്രീകൾ കുറച്ചും കൂടി ഇമോഷണൽ ആയതുകൊണ്ട് സ്ത്രീകളായിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പിനും നമ്മുടെയൊക്കെ കൊച്ചുങ്ങൾ, ഫാമിലി ബന്ധങ്ങൾക്കൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യന് ഇതാണ്: ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും. അതെനിക്കും ഒരു കാലഘട്ടത്തിൽ എനിക്കും ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളൊരു ലേഡി, അതായത് അതൊരു ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രയോറിറ്റി അവർ തന്നെ ആയിരിക്കണം. നമ്മുടെ ഫോക്കസ്, നമ്മുടെ എനർജി ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ശരിക്കും നമ്മുടെ പ്രയോറിറ്റി, ഈ സ്ത്രീകൾ, എസ്പെഷ്യലി സ്ത്രീകളുടെ പ്രയോറിറ്റി അവർ തന്നെയായിരിക്കണം. അവരെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പാഷനുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ആ എനർജി എടുത്ത്. ഫെമിനിൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൗണ്ടഡ് ഫെമിനിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെ തന്നെ ഫോക്കസ് ചെയ്യുകയും നമ്മളെ തന്നെ കുറച്ച് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. അന്നേരമായിരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഫെമിനിൻ ആവുള്ളൂ. അപ്പം ചിലപ്പോൾ നമുക്ക് ഈ ഫെമിനിറ്റി എനർജിയെ പറ്റിയൊന്നും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ചിലപ്പം നല്ലൊരു ഏജിലൊന്നും നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടോ ചിലപ്പോൾ അറിഞ്ഞിട്ടോ ഉണ്ടാവത്തില്ലായിരിക്കും. അപ്പം ഒരു സ്ത്രീയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവൾ തന്നെയാണ് അവളുടെ പ്രയോറിറ്റി ആകുമ്പോഴായിരിക്കും അവർ കൂടുതൽ ഒരു ഹാപ്പി, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് വേർഷൻ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൽഫ് കെയർ, സെൽഫ് ലവ്. അതായത് സെൽഫ് കെയർ എന്ന് പറയുമ്പം എനിക്ക് പാഷനുള്ള കാര്യം, എനിക്കിപ്പോൾ ഡാൻസ് ചെയ്യാൻ താല്പര്യമാണ്, ഇപ്പോൾ ഡാൻസ് ചെയ്യുക. എനിക്ക് എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എക്സസൈസ് ചെയ്യുക. എൻ്റെ ഇമോഷണലി ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യുക.
ഇനി എനിക്ക് എന്നെ കുറച്ച് എൻ്റെ കരിയറിൽ കുറച്ച് ഫോക്കസ് ചെയ്യണമെങ്കിൽ കരിയർ ഫോക്കസ് ചെയ്യുക, അതിൽ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം ഫൈനാൻഷ്യലി ചേഞ്ചസ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ ചെയ്യുക. എനിക്ക് സ്പിരിച്വലി ഇൻട്രസ്റ്റ് ഉള്ളവർ സ്പിരിച്വൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ മറ്റുള്ള ഇപ്പം നമുക്ക് ഫാമിലി ഉണ്ട്, നമ്മുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ വല്ല 2-3 ലിസ്റ്റിൽ വെക്കുക. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ തന്നെ നമ്മളെ വെച്ച് അപ്പോഴായിരിക്കും നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫെമിനിൻ എനർജി ഉള്ള ഒരു സ്ത്രീ ആകുള്ളൂ. ആ സ്ത്രീ അവളെ സ്നേഹിക്കുകയും അവളെ നർച്ചർ ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക്, അതെനിക്കൊന്ന് പാർട്ട്നേഴ്സിനും അതെ, അന്നേരമായിരിക്കും നമ്മൾ കൂടുതൽ ഹാപ്പി. നമ്മുടെ ഹാപ്പി വേർഷൻ കാണുമ്പോഴായിരിക്കും നമ്മുടെ പാർട്ട്ണറിനും തോന്നുന്നത് നമ്മളെ കൺസിഡർ ചെയ്യാൻ തോന്നത്തുള്ളൂ അല്ലേ. നമ്മൾ ഇയാൾ ചിലപ്പം കുറച്ചായിരിക്കും. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ അവരെ അനോയും ചെയ്യില്ലായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ പാർട്ട്നേഴ്സിന് നമ്മളോട് റെസ്പെക്റ്റ് തോന്നുന്നത്. ഞാൻ മിഷേൽ ഒബാമയുടെ ഒരു വേർഡ് ഒരു ഇൻ്റർവ്യൂവിൽ മിഷേൽ ഒബാമ പറഞ്ഞൊരു വേർഡാണേ. അപ്പം അവർ മാരേജ് കഴിഞ്ഞ സമയത്ത് അവർ ചിന്തിച്ചു, എൻ്റെ പാർട്ട്ണർ എന്നെ ഹാപ്പി ആക്കുമെന്ന്. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എൻ്റെ പാർട്ട്ണർ എന്നെ ഹാപ്പി ആക്കുന്നു. പക്ഷേ അന്നേരം പറഞ്ഞു ഇങ്ങനെ ഒബാമയ്ക്കാണെങ്കിൽ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു പ്രസിഡൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരന് ടൈമില്ല, പുള്ളിക്കാരൻ്റെ പാഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ടൈം അവർക്ക് മനസ്സിലായി എൻ്റെ പാർട്ട്ണർ ഇത്രയും ബിസിയുള്ള ഒരു പ്രസിഡൻ്റാണ്. അപ്പം എന്നെ ആൾക്ക് ഹാപ്പി ആക്കാനായിട്ട് ചിലപ്പോൾ അത്രയും ടൈമില്ല. ആൾക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ടൈമില്ല, കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. അങ്ങനെയൊക്കെ അവർക്ക് വേറെ പാഷനുണ്ട്, വേറെ പ്രയോറിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ലേഡി ചിന്തിച്ചു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ അവർ തന്നെ അവരെ സന്തോഷിപ്പിക്കാനുള്ള അവർക്ക് പാഷനുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തി അവരത് ചെയ്തപ്പോൾ അവർ കൂടുതൽ ഹാപ്പിയസ്റ്റ് വൈഫായെന്ന്. അതുവരെ നമ്മളിപ്പം ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ എൻ്റെ പാർട്ട്ണറിൽ വെക്കുകയാണെങ്കിൽ എൻ്റെ പാർട്ട്ണറിനും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ മേലും ഒരു പ്രഷറാണ് ആക്ച്വലി. എന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നു പറഞ്ഞാൽ ഈ വേൾഡിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്കേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ ആ റെസ്പോൺസിബിലിറ്റി കൊടുത്താൽ നമ്മൾ അവരോടും ചെയ്യുന്ന ഒരു പ്രഷറാണ്. അത് അവരുടെ മേലും പ്രഷറാണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന ആ കമൻറ്റ് ചെയ്ത എല്ലാ വ്യക്തികളും ഇത് കേൾക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് ടൈം എടുത്ത് നിങ്ങളുടെ ഇത്രയും നേരം ലിസ്റ്റിൽ മറ്റുള്ളവരായിരുന്നെങ്കിൽ ആ ലിസ്റ്റ് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ആ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളെ തന്നെ അങ്ങ് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾ സെൽഫ് കെയർ, സെൽഫ് ലവ്, നിങ്ങൾക്ക് ഇമോഷണലി ഹാപ്പി ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാൻ നോക്കുക. കുറച്ച് പാഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് വിഷമം തോന്നില്ല. അല്ലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് തോന്നും. അപ്പം നിങ്ങൾക്ക് സന്തോഷമായിട്ട് തോന്നും. അപ്പം നമ്മൾ ആരെയും പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമവും തോന്നില്ല. നമ്മൾ ഹാപ്പി, അവർ ഹാപ്പി. അപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ആ കഥയിൽ പോയി കമൻറ്റ് പറഞ്ഞവരൊക്കെ ഇത് കേൾക്കട്ടെ എന്ന്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണ്, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.